വണക്കം, വന്ദനം, നമസ്കാരം. മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ദീപാവലി ആഘോഷങ്ങളുടെ ഇടയിലാണുള്ളത്. അപ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിൽ നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് കുറച്ച് അഭിനേതാക്കളെ തപ്പി ഞാൻ എത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ്. അപ്പോൾ ഇവിടുത്തെ കലാകാരന്മാരും കലാകാരികളും എത്രത്തോളം നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമാകും എന്നുള്ളത് നമുക്ക് ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തി 2003 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ബാലേട്ടൻ. അപ്പോൾ അതിലെ ലാലേട്ടൻ തൻ്റെ അച്ഛനോട് PF കുറിച്ച് പറയുന്ന ഒരു രസകരമായ ഡയലോഗുമായിട്ട് നമ്മുടെ അഭിനേതാക്കൾ എത്തുകയാണ്. കണ്ടു നോക്കാം. അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചു? ഈ PF കാശ് കിട്ടിയാൽ അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. തമാശയ്ക്ക് പലരും പറയാറുണ്ട് PF പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അങ്ങനല്ല, അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെ ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല, മക്കള് നന്നെങ്കിൽ ഓക്കെ, ദാ ഇവിടെയൊക്കെ സാധനം ഒരു ചില്ലി കാശിന്റെ ഉപകാരം ഉണ്ടാവില്ല. അല്ല, നിന്റെ മുഖത്തെന്തൊരു മൂടോട്ട് വന്നാ ചോദിക്കട്ടെ. ദീപാവലി ദിനത്തിൽ തിളങ്ങാനായിട്ട്, ദീപാവലി ആയതുകൊണ്ടാണെന്നാണ് കൈയടിച്ചു തുടങ്ങിയിട്ട് നിർത്തുന്ന പോലുമില്ല. ഭയങ്കര എൻജോയ്മെൻ്റാണ് MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ കിടിലൻ അഭിനേതാക്കൾക്ക്, അല്ലേ? അവർ തന്നെയാണോന്ന് അവർക്ക് സംശയം. ഒന്നുകൂടി കൈയടിച്ചാൽ നോക്കട്ടെ. വീണ്ടും തുടങ്ങിയാൽ നിർത്തില്ല. ദീപാവലി ആയതുകൊണ്ട് തന്നെ നമ്മൾ തകർക്കും എല്ലാവരും, അല്ലേ? റെഡിയല്ലേ അഭിനയിക്കാൻ? അപ്പോൾ ഫസ്റ്റ് അഭിനേതാവിലേക്ക് കടന്നാലോ? നമുക്ക് കടക്കാം. ആരാണ് അയാൾ? അനഘയെ സ്വാഗതം ചെയ്യാൻ സുഹൃത്തുക്കളെ കൈയടിച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇവർ തീരുമാനിച്ചിരുന്നു അനഘയാണ് ആദ്യം അഭിനയിക്കാൻ പോകുന്നത്, അല്ലേ? അത്ര കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും അനഘയുടെ പുറത്ത്. എന്തുകൊണ്ടാണ്? ഫാൻസ്. ഇത് കാണാൻ ഇപ്പോൾ ഡയലോഗ് പറയും കേട്ടോ. അഭിനയിക്കാറുണ്ടോ? ഇല്ല. റീൽസ് ചെയ്യാറുണ്ട്? അതും ചെയ്യാറില്ല. കോളേജിൽ പഠിക്കാറുണ്ടോ? അതുണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. 3, 2, 1 ആക്ഷൻ. അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? ഈ PF കാശ് മൊത്തം വീട്ടിലേക്ക് വേണ്ടി ചെലവാക്കുകയാണോ? തമാശയ്ക്ക് പലരും പറയാറുണ്ട് PF പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. ഇങ്ങനെ പറഞ്ഞ അച്ഛൻ പേടിച്ചു. ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മയോ കൊടുക്കാം. അത് മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് ഉള്ളവരെ ആശ്രയിക്കാതെ എഴുതിയെടുക്കും. മാതാപിതാക്കൾക്കുള്ള ഫണ്ട് ചാപ്റ്റർ 1. അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണത്. പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. വയസ്സുകാലത്ത് ആരെയും ആശ്രയിക്കാതെ സ്വച്ഛ ശാന്തമായ ജീവിതം നയിക്കുവാൻ വേണ്ടി സ്വരുക്കൂട്ടി വെക്കേണ്ട ഒരു ഫണ്ടാണിത്. മക്കള് നന്നെങ്കിൽ ഓക്കെ. ദേ ഇതൊക്കെ എന്ത് സാധനം അച്ഛനും വരണ്ടായിരുന്നു. ചില്ലി കാശിന് പോലും ഉപകാരമില്ലാത്തവര്. ദാ എന്താണ് നിന്റെ മുഖത്തിനൊരു മൂഡ് ഓഫ്? വന്നേ ചോദിക്കട്ടെ, വാ. ഞാൻ വിചാരിച്ച എന്നെ കൊണ്ടുവന്നു. അത്ര റിയലിസ്റ്റിക്. സൂപ്പർ. നല്ലൊരു കൈഡി കൊടുക്കാനൊക്കെ. പേര് പറഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർ ആയില്ല മോനെ, ഒന്നുകൂടി പറ. നേതൻ. എന്താണ് ആ പേരിന്റെ അർത്ഥം? ഏതൻ തോട്ടത്തിന്റെ വേറൊരു ഇത്, അല്ലേ? ഓക്കെ. എവിടെ സ്ഥലം? ചെങ്ങന്നൂരുകാരനാണ്. ഓക്കെ. ഏതന്റെ അഭിനയ മുഹൂർത്തത്തിലേക്ക് കിടക്കുകയാണ്. ലാലേട്ടൻ ഫാനല്ലേ? അതെ. അപ്പൊ തകർക്കും. ആക്ഷൻ. അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത്? ഇറങ്ങിപ്പോ അച്ഛാ. ഇമാരി പരിപാടി കാണിച്ചിട്ട് ഇവിടെ നിൽക്കരുത്. അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത്? PF കാശ് കിട്ടി അത് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. കുടുംബത്തിനോ? കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. കുടുംബത്തിന്. കൃഷ്ണൻ BP അല്ലല്ല. ചിലര് പറയാറുണ്ട്, തമാശക്ക് വരെ ചിലര് പറയാറുണ്ട് PF പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. പിന്നെ അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ട ഒരു ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെയും ആശ്രയിക്കാതെ സ്വച്ഛ ജീവിതം നയിക്കുവാൻ വേണ്ടി മാത്രം. അതാണോ കാര്യം? സ്വച്ഛശാന്തമായ ജീവിതത്തിനായി സ്വച്ഛശാന്തമായ ജീവിതത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ട ഒരു ഫണ്ടാണ്. ഓക്കെ. ഇവനൊക്കെയല്ല സാധനം. ഒരു ചില്ലിക്കാശിന് ഉപകാരം ഉണ്ടാവില്ല. അല്ല, നിന്റെ മുഖത്തെന്താ ഒരു വാട്ടം? വാ, വന്നേ ചോദിക്കട്ടെ. യവനെ നീ എങ്ങനെ സഹിക്കുന്നടാ? അതൊക്കെ ഒരു ശീലമായി പോയി കളിയാ. ഞാൻ വരില്ല. നല്ലൊരു കേട്ടെടുക്കാം. നേതൻ ചെന്നോട്ടോ. സ്ലോ മോഷൻ ചെന്നോ.
അപ്പോൾ അടുത്ത ഒരു നടിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആരാണത്? വിസ്മയനെ കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. വന്നോ? ആരാ വിസ്മയ? ആ മോളെ ധൈര്യം കിട്ടുവാ. വിസ്മയാന്ന് വിളിച്ചാലും നോക്കും ആ ചെടീനെ അള്ളി പറിക്കാൻ പോണ. ഇങ്ങനെയൊക്കെ പേടിക്കുന്നില്ല, ഡയലോഗ് പറയാനല്ലേ? ആക്ഷൻ. അയ്യോ എന്നോട് ഡയലോഗ് പറഞ്ഞു. അങ്ങനെ ഒരു ഡയലോഗ് അതിലില്ല. ആ അച്ഛനെന്ത് പണിയായി കാണിച്ചത്? ഈ PF-ന്റെ കാശ് ആർക്ക് വേണം? അച്ഛനെന്ത് പണിയായി കാണിച്ചത്? ഈ PF-ന്റെ കാശ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുകയാണോ? അതെ. ബാക്കിയെന്താ പറയാ? തായ്ലൻഡിൽ പോയിക്കൂടെ? തമാശക്ക് പലരും പറയാറുണ്ട് അത് പുത്രന്മാർക്ക് വേണ്ടിയുള്ള കാശാണെന്ന്. പക്ഷെ അതങ്ങനെയില്ല, അത് അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ കേട്ടത് അത് അച്ഛൻ്റെ അമ്മയ്ക്കുള്ളതാണെന്ന്. അങ്ങനെയല്ല അല്ലേ? അല്ല, അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ. ബാക്കി അറിയില്ല. പറയില്ല ഞാൻ. പറയട്ടെ. വയസ്സുകാലത്ത് മറ്റാരെയും ആശ്രയിക്കാതെ സ്വച്ഛ ശാന്തമായ ജീവിതം നയിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ട കാശാണത്. പിന്നെ മക്കൾ നന്നായാലല്ലേ വാങ്ങിയോ? മക്കൾ നന്നായാലല്ലേ അച്ഛന് ഉപകാരമുള്ളൂ. ആ ഇതേപോലത്തെ സാധനം എവിടെ നന്നാവാനാ? എനിക്ക് സന്തോഷമാണ്. എന്റെ തപ്പിയൊക്കെ ബിരിയാണി എന്തായാലും നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. എനിക്കിട്ട് നൈസായിട്ട് താങ്ങാണ് സൈഡിൽ നിന്ന്. ഇവര് സഹായിക്കുന്നില്ല. എന്താ മുഖത്തൊരു മൂടൗട്ട്? അല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു. നമ്മൾ പരസ്പരം ചോദിക്കാം. നേരം വെളുക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ വിസ്മയനെ പറഞ്ഞുകൂടിയാണ് സുഹൃത്തുക്കളെ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.